ഇത്തവണത്തെ ഈസ്റ്റർ സന്ദേശം ഇതായിരിക്കട്ടെ എന്ന് എനിക്കും തോന്നി. ആദ്യത്തെ വീഡിയോ ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റെതാണ്. ആ വീഡിയോ കാണുമ്പോൾ ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കുറഞ്ഞത് 5 വർഷമെങ്കിലും മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമാണ് എന്നെനിക്ക് തോന്നി. കാരണം ബോബി അച്ഛൻ്റെ ശബ്ദം കുറച്ചുകൂടി നരച്ച് ദുർബലമായി, എന്നാൽ കൂടുതൽ ആത്മീയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അത്ഭുത മനുഷ്യനാണ് ഈ ബോബി അച്ഛൻ. നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടമെന്ന് ഞാൻ പറയൂ. സ്നേഹത്തിൻ്റെ പ്രവാചകനാണ്, കരുണയുടെയും ശാന്തതയുടെയും പ്രതീകമാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകത്ത് കുറവാണ്. അത്രയ്ക്കും നന്മയുള്ള കരുണാമയനായ ഒരു മനുഷ്യൻ. വാസ്തവത്തിൽ അദ്ദേഹമായി തീർന്നിരിക്കുന്ന കപ്പൂച്ചിയൻ സഭയുടെ സ്വഭാവമാണത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ചതാണ് കപ്പൂച്ചിയൻ സഭ. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. 1181 ജനിച്ച് 1226 മരിച്ചുപോയ ഒരു അസാധാരണ മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് അസീസി. ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ, ഒരു വ്യവസായ കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യം കണ്ട് കണ്ണു നിറഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് ഓടിപ്പോയ ഒരു മനുഷ്യനാണ്. സ്വത്ത് ത്യജിച്ച് പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ വീട്ടിൽ പിടിച്ച് കെട്ടിയിടുകയായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹം ഗുഹയിലാണ് ജീവിച്ചത്. തൻ്റെ എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് ഭിക്ഷയെടുത്ത് ജീവിച്ചു. അക്കാലത്ത് സഭ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. കുരിശുയുദ്ധത്തിൻ്റെ കാലമാണ്, സ്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ കാലമാണ്. അതിനോട് വിഘടിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ വ്രതമായി സ്വീകരിച്ച്, അതിനെ അഭിനിവേശമായി സ്വീകരിച്ച്, അതിനെ ആവേശമായി കൈക്കൊണ്ട് ജീവിച്ചു മരിച്ചുപോയ ഒരു മഹാനുഭാവനായിരുന്നു ഫ്രാൻസിസ് അസീസി. അദ്ദേഹം സ്ഥാപിച്ച് ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്ന സഭകളിൽപ്പെട്ടതാണ് കപ്പൂച്ചിൻ സഭയും. ആ കപ്പൂച്ചിൻ സഭ മറ്റു പല സഭാ സ്ഥാപനങ്ങളെയും പോലെ സ്വത്തിനോ സ്ഥാപനങ്ങൾക്കോ വേണ്ടി ഒരിക്കലും മത്സരിച്ചിട്ടില്ല. അവർ ദാരിദ്ര്യത്തിന്റെ മാത്രമല്ല, മതനിരപേക്ഷതയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ അടയാളമാണ്. ആ സഭാ സമൂഹത്തിന് തുടർച്ചക്കാരനാണ്. ഫ്രാൻസിസ് അസീസിയുടെ യഥാർത്ഥ പിൻഗാമിയാണ് ബോബി ജോസ് കട്ടിക്കാട് എന്ന വൈദികൻ. അദ്ദേഹത്തിന്റെ പുസ്തകം എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ ചോദിച്ചു വാങ്ങണം. ഖലീൽ ജിബ്രാന്റെ എഴുത്തുപോലെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തപിപ്പിക്കുന്ന, കണ്ണീരണിയിപ്പിക്കുന്ന, വല്ലാത്തൊരു മിസ്റ്റിക് ലോകത്തേക്ക് തള്ളിവിടുന്ന അനുഭവമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. അദ്ദേഹം ഒരു ധ്യാന ഗുരു കൂടിയാണ്. പക്ഷെ സകല മതങ്ങൾക്കും സകല മനുഷ്യർക്കും സ്വീകാര്യമായ സുവിശേഷമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന് മതത്തിന്റെ വേർതിരിവുകളില്ല. മനുഷ്യന്റെ സ്നേഹം, മനുഷ്യന്റെ നന്മ, മനുഷ്യന്റെ അസ്തിത്വം, അതാണ് ഫാദർ ബോബി ജോസിന്റെ അടിത്തറ. അദ്ദേഹത്തെ ഒന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഫോണില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പഴയ കാലത്തെ ഒരു ഫോണുണ്ട്, ഒരു ഡയൽ ചെയ്യുന്ന ഫോണുണ്ട്, അത്യാവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നല്ലാതെ അദ്ദേഹം ആരുടെയും ഫോൺ എടുക്കാറില്ല. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വിശുദ്ധമാണ്. കൊല്ലത്തെ ഒരു ആശ്രമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കഴിയുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ സന്ദേശത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ഒരു ചെറുപ്പക്കാരനായ കണ്ടക്ടറുടെ സമീപനം. അദ്ദേഹം ചോദിക്കുന്നു, എന്തിനാടാ മോനെ നീ മലയ്ക്ക് പോകുന്നത്? നീ തന്നെയല്ലേ അയ്യപ്പനെന്ന്. അടുത്ത കാലത്തായിട്ട് എനിക്കിങ്ങനെ കാലത്തൊടാൻ തോന്നിയ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് പോകും. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, പ്രൈവറ്റ്, ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ്. ഏതാണ്ട് ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതൊന്നും ചെതറി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഷട്ടറൊക്കെ ഇട്ട് സേഫായിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തിരക്കുള്ള ബസ്സാണ്. ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ മകൻ, കഷ്ടിച്ച് 21 വയസ്സൊക്കെ ഉണ്ടാവും. അവൻ ഈ തിരക്കിലൂടെ ഓടി എത്തി. ലെഗ് സ്പേസ് ഒന്നും ഇല്ല, ചരിഞ്ഞിങ്ങനെ കിടന്നുകൊണ്ട് ഛർദ്ദിക്കണ ഈ പാസഞ്ചറെ തടയി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ നല്ലതുപോലെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. മിക്കവാറും ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ പുറകെ ഞാൻ ഇങ്ങനെ കൂനി പിടിച്ചിരിപ്പുണ്ടാകും. ഈ ലുട്ടാപ്പിയുടെ ഒക്കെ കാര്യം പറഞ്ഞാണ്, ഏതെങ്കിലും കുന്തത്തിലുണ്ടാകും. എന്നിട്ടും എൻ്റെ ഇത്രയും ദീർഘമായ യാത്രകൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല ഛർദ്ദിക്കണ പാസഞ്ചറെ കണ്ടക്ടർ തടയി കൊടുക്കണം. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു വേറെ ജനസിൽപ്പെട്ട മോനാ. ഞാൻ കുറച്ചുകൂടി അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ മുമ്പോട്ട് പോയിട്ട് ഡ്രൈവർ സീറ്റിന്റെ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ചേട്ടാ വാവ് പിളിച്ചു കള, അരിഞ്ഞു മാറുമ്പോൾ തന്നെ സുഖം ഉണ്ടാവും, വാവ് പിളിച്ചു കളയണം. എന്നിട്ട് കുപ്പി തിരികെ കൊടുക്കുമ്പോൾ വലിച്ചു കുടിക്കുക ചേട്ടാ. കുടിക്കാനൊരു ബുദ്ധിമുട്ട്, കാരണം ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമല്ലേ, പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ ചേട്ടാ, വലിച്ചു കുടിക്ക്. പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ. നേരത്തെ പറഞ്ഞ് എനിക്കൊരു അസുഖമുണ്ട്, ഇപ്പൊ ഇവന്റെ കാലേ തുറണം.
എന്നാലും തോന്നുന്നൊക്കെ ചെയ്യുന്നത് ശരിയല്ല. സീരിയസ് ആയിട്ടിരുന്നു. അങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും? ഈ വയറ്റിൽ വരുമ്പോൾ ചെറിയൊരു തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ കാര്യം പറ്റിച്ചു. പതുക്കെ അവൻ്റെ കാലെ തൊട്ടു നമസ്കരിച്ചു. അവനെയൊക്കെ തൊട്ട് നമസ്കരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ മീശയും വെച്ച് നടന്നിട്ട്? അവൻ ഇത്തിരി ഒരു അമ്പരപ്പോടെ എന്നെ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവനോടൊരു കാര്യം കൂടി പറയാൻ താല്പര്യമുണ്ടായിരുന്നു. എന്താണ്? അവൻ്റെ കഴുത്തിൽ മലക്ക് പോകുന്ന മാല കിടപ്പുണ്ട്. എനിക്ക് അതുകൂടി പറയാൻ താല്പര്യമുണ്ടായിരുന്നു. നീ എന്തിനാടാ മലക്ക് പോണത്? നീ തന്നെയാണ് അയ്യപ്പൻ. കരിമണ്ട് ചുറ്റി ഇരുമുടി കെട്ടെടുത്ത നഗ്നപാതനായി കല്ലും മുള്ളും ചവിട്ടി വ്രതമൊക്കെ എടുത്ത് 18ാം പടി ചെല്ലുമ്പോൾ അവിടെ ഒറ്റക്കാര്യം എഴുതി വെച്ചിട്ടുള്ളൂ. എന്താണത്? തത്വമസി. എന്താ അതിൻ്റെ അർത്ഥം? അത് നീയാണ്. ഏത്? അത് നീയാണ്. അതറിയാനായിട്ട് മല കയറണമെന്നില്ല. കോട്ടയം വൈറ്റ്ലർ റൂട്ടിൽ ടിക്കറ്റ് മുറിച്ചു കൊടുത്താൽ മതി. അത് നീയാ, അത് നീയാ, അത് നീയാ. പുറത്ത് നിൽക്കുന്നയാളും അകത്ത് നിൽക്കുന്നയാളും ഒന്നാകുന്നൊരു കാലം വരും. ആമേൻ. ഈ സെൽഫ് എസ്റ്റീമിനെയും റെസ്പെക്റ്റിനെയും ഞാൻ വിളിക്കുന്ന വാക്കാണ് ആത്മീയത. ഞാൻ ആവർത്തിക്കുകയാണ്. ഒരാൾക്ക് അയാളോട് തോന്നുന്ന മതിപ്പും അപരനോട് തോന്നുന്ന ആദരവിന്റെയും പേരാണെന്ത്? ആത്മീയത. സെൽഫ് എസ്റ്റീം ആൻഡ് റെസ്പെക്ട് ഫോർ ദി അതർ. സത്യം പറഞ്ഞാൽ വളരെ ശാന്തമായ ഒരാവേശവുമില്ലാത്ത ഈ വാക്കുകളിൽ അച്ഛൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞുപോയി. അതാണ് യഥാർത്ഥ സ്നേഹം. തത്വമസി അല്ലെങ്കിൽ അത് നീയാകുന്നു എന്ന പ്രഖ്യാപനത്തെ ഇത്രയും സുന്ദരമായി മറ്റാരും വ്യാഖ്യാനിച്ച് ഞാൻ കണ്ടിട്ടില്ല. പണ്ഡിത ഭാരമൊന്നുമില്ലാതെ മനുഷ്യ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും മികച്ച ഈസ്റ്റർ സന്ദേശമെന്ന്. അതുകൊണ്ടാണ് ബോബി അച്ഛൻ്റെ ഈ സന്ദേശം ഞാൻ പ്രേക്ഷകരെ കേൾപ്പിച്ചത്.